ഹലോ നമസ്കാരം. അങ്ങനെ ഒരുപാട് കാലത്ത് കാത്തിരിപ്പിന് ശേഷം ആടുജീവിതം കാണാൻ മിനിറ്റുകൾ മാത്രം. അത് 9:15 ഷോക്കട്ടെ ടിക്കറ്റ് കിട്ടിയത്. പക്ഷേ എന്നാലും നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും ചിത്രത്തിന് ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കയറാൻ ഒരു ആവേശം എന്നല്ല, അത് വേറെ ലെവലാണ് കേട്ടോ. ആവേശം പറഞ്ഞപ്പോഴാണ് ഫഹദ് ഫാസിലിൻ്റെ അടുത്ത പുതിയ ചിത്രമാണ് ആവേശം, രംഗനും പിള്ളേരും. 82 കോടിയോളം ചിത്രത്തിന് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രേക്ഷകരുടെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ഏതാണ്ട് 13 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് ആടുജീവിതം. സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ തന്നെയാണ്. ചിത്രത്തിൻ്റെ ആ ഒരു നെയിം കാണിക്കുമ്പോൾ പ്രേക്ഷകർ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ്. നിങ്ങളൊരു പൃഥ്വിരാജ് ഫാനാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ എനിക്ക് ഈ ചിത്രം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ തന്നെ പ്രേക്ഷകരെ കരയിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ചിത്രത്തിലുള്ള എല്ലാവരും നല്ല രീതിയിലാണ് കേട്ടോ. ക്യാരക്ടർ കൊടുത്തതനുസരിച്ച് എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അതിലുള്ളൊരു ആടിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അതുപോലെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു ചിത്രം നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ ഒരു ചിത്രം നിങ്ങൾ OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം ഒരു ഫിലിം തന്നെയാണ്. ഒരു 2-2.5-3 മണിക്കൂറോളം ഈ ഒരു ചിത്രം നിങ്ങൾക്ക് പോയിട്ട് കാണാൻ തന്നെ ഉണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ ഡയറക്ഷൻ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി. 3 വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് ആ ഒരു കണ്ണാടിയിൽ നോക്കുന്ന സീനുണ്ട്. അത് ഞാൻ തന്നെയാണോ എന്നുള്ളത് അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്ക് ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേക്കപ്പ്. പിന്നെ കളർ കോസ്റ്റ്യൂം ടീം വന്നാൽ അടിപൊളി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷർട്ടിൻ്റെ കളറ്, പിന്നെ കട്ടിങ്, പിന്നെ ആ ഒരു മരുഭൂമിയിൽ നടന്നു പോകുമ്പോൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ഷൂ ഇടാതെ പോകുന്ന ഒരു രംഗമുണ്ട്, ഒരു സീനുണ്ട്. അതിൽ ആ ഒരു ഷർട്ടൊക്കെ കട്ടിങ് ചെയ്തിട്ട് കാലുമ്പോൾ കെട്ടി പോകുന്ന രംഗമൊക്കെ ഉണ്ട്. അതിൻ്റെ അത്യാവശ്യം നല്ല കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് റസൂൽ പൂക്കുട്ടി. പിന്നെ മ്യൂസിക് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. റഹ്മാൻ തന്നെയാണ്. പിന്നെ എൻ്റെ VFX ആണ്. VFX ഒക്കെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഒരു മനുഷ്യനൊരു കഴുകം കൊത്തി വലിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായില്ല, അത് അപാരമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടീം വർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ.